ശാന്തി. ഭ്രുകുടി മധ്യത്തിൽ തിളങ്ങുന്ന ഞാൻ ഒരു ചൈതന്യ നക്ഷത്രമാണ്. സംഗമയുഗി സർവശ്രേഷ്ഠാത്മാവാണ്. ഞാൻ എൻ്റെ സമ്പൂർണ്ണ സ്വരൂപത്തെ ദിവ്യനേത്രത്തിലൂടെ കാണുന്നു. ഞാൻ സർവഗുണസമ്പന്ന, സമ്പൂർണ്ണ നിർവികാരി, 16 കലാസമ്പൂർണ്ണ ആത്മാവാകുന്നു. എൻ്റെ ഓരോ കർമ്മവും കലയുടെ രൂപത്തിലാണ്. ഓരോ കർമ്മത്തിലും വിശേഷത നിറഞ്ഞിരിക്കുന്നു. നടപ്പിലും വചനത്തിലും കാണുന്നതിലും കലയാണ്. ഞാൻ 16 കലാ സമ്പൂർണ്ണ ആത്മാവാണ്. സ്വയം പരംപിത ശിവബാബ അവതരിച്ച് എന്നിൽ എൻ്റെ സത്യസ്വരൂപത്തിൻ്റെ സ്മൃതി ഉണർത്തുന്നു. ജ്ഞാനസൂര്യ ശിവബാബ ഓരോ ദിവസവും എന്നിൽ ശക്തി നിറയ്ക്കുന്നു. ജ്ഞാനരത്നങ്ങളാൽ അലങ്കരിക്കുന്നു. എന്നെ എൻ്റെ സമ്പൂർണതയിലേക്ക് കൊണ്ടുപോകുന്നു. എൻ്റെ സമ്പൂർണതയിലേക്കുള്ള യാത്ര ബാബയുടെ കൂടെ ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ സംഗമയുഗി ബ്രാഹ്മണ ആത്മാ പരമാത്മാവിൻ്റെ ഗുണങ്ങളാലും ശക്തികളാലും കലകളാലും ഭർപൂറായിക്കൊണ്ടിരിക്കുന്നു. എന്നെ ഓരോ കർമ്മം ചെയ്യാനുള്ള കലയും പഠിപ്പിക്കുന്നു. ബാപ്പ് സമാന സർവഗുണസമ്പന്നനാക്കുന്നു. എനിക്ക് സമ്പൂർണമാകാനുള്ള വരദാനം നൽകുന്നു. എന്നിൽ സദോ പ്രധാനത, ദിവ്യത, സർവഗുണങ്ങളും സർവകലകളും നിറച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ സമ്പൂർണ്ണ ഫരിസ്താരൂപം ധാരണ ചെയ്യുന്നു. എൻ്റെ ഉള്ളിൽ ഓരോ പ്രകാരത്തിലുള്ള കലകളും ഇമോർജാകുന്നു. സർവ ആത്മാക്കളെയും ആത്മിക ദൃഷ്ടിയിലൂടെ കാണുന്നു. വളരെ സുന്ദര രൂപത്തിൽ വ്യവഹാരം ചെയ്യുന്നു. സദാ പ്രസന്ന ചിത്തനായി സംബന്ധ സമ്പർക്കത്തിൽ വരുന്നു. ഞാൻ സംഘടനയുടെയും പ്രശാസന കലയുടെയും നിപുണനാകുന്നു. സദാ പരിധിയില്ലാത്ത സ്ഥിതിയിലിരുന്ന് സർവരുടെയും മംഗളം ചെയ്യുന്നു. ഏത് കാര്യത്തിലും എനിക്ക് എന്ത് സമാവേശമാക്കണം, എന്ത് ഗുപ്തമാക്കണം, എന്ത് പ്രത്യക്ഷമാക്കണം, ഇതെല്ലാം തിരിച്ചറിയുന്നു. സർവ കാര്യങ്ങളും നിർണയം ചെയ്യാനുള്ള ശക്തി എന്നിൽ നിറയുന്നു. വ്യർത്ഥത്തെ സമർത്ഥമാക്കാനുള്ള സാമർഥ്യമുണ്ടാകുന്നു. മമത നിറഞ്ഞ പാലന കൊടുത്ത് സർവ ആത്മാക്കളെയും പ്രസന്നമാക്കുന്ന കലയിൽ നിപുണനാകുന്നു. സർവ ആത്മാക്കളുടെയും
സഹയോഗിയും സ്നേഹിയുമാകുന്നു. സ്വയം പരമാത്മാ എന്നെ ജ്ഞാനത്താലും ശിക്ഷണത്താലും ദൃഷ്ടിയിലും സമ്പൂർണതയുടെ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുകൾ വയ്പ്പിക്കുന്നു. നിരന്തരം ഉയരുന്ന കലയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. സ്വയം സത്യയുഗി ദിവ്യാത്മാ സതോ പ്രധാന ആത്മാ 16 കലാസമ്പൂർണ്ണ ആത്മാ ഈ അനുഭവം ചെയ്യുന്നു. ഈ സംഗമത്തിലെ സുമംഗള സമയത്തിൽ സർവകലകളും ഗുണങ്ങളും ഇമർജാകുന്നു. ഇതിൻ്റെ കൂടെ ജീവിക്കണം. പരമാത്മ ഓരോ ചുവടിലും എൻ്റെ സാഥിയായി എന്നെ ജീവിതകല പഠിപ്പിക്കുന്നു. ഇത് തന്നെയാണ് ദേവതയാകാനുള്ള ആധാരം. ഞാൻ യോഗേശ്വരൻ്റെ കൂടെ ഈ ജീവിതത്തിൽ ഓരോ ശിക്ഷണത്തെയും ധാരണ ചെയ്യുന്നു. സ്വയം സമ്പൂർണ്ണ ദിവ്യാത്മാ 16 കലാസമ്പൂർണ്ണ സധോ പ്രധാനതയുടെ അനുഭവം ചെയ്യുന്നു. ഈ ജന്മത്തിൽ സ്വയം പരമാത്മാ എന്നിൽ ശക്തികൾ നിറയ്ക്കുന്നു. പരമാത്മാവിൻ്റെ കൂടെ ഓരോ സെക്കൻഡും ഓരോ സങ്കല്പത്തിലും അനുഭവം ചെയ്യുന്നു. ശ്രേഷ്ഠ ജീവിതകല സ്വയം തന്നിൽ ധാരണ ചെയ്യുന്നു. എൻ്റെ ഓരോ കർമ്മത്തിൻ്റെ കലയും സ്മാരക രൂപത്തിൽ അമ്പലങ്ങളിൽ പൂജ നടക്കുന്നു. എൻ്റെ ചരിത്രത്തിൻ്റെ ദർശനമുണ്ടാകുന്നു. ഇപ്പോൾ ഭാരതത്തിൽ ബൃഹസ്പതി ദശ വരാൻ പോകുന്നു. ഭാരതത്തെ ബാബ സുഖധാമമാക്കി മാറ്റുന്നു. ഞാൻ 16 കലാസമ്പൂർണമാകുന്നതിനു വേണ്ടി യോഗബലം സമ്പാദിക്കുന്നു. ദാനം ചെയ്ത് ഗൃഹപ്പിഴ ഒഴിവാക്കുന്നു. ദേഹാഭിമാനത്തെ ഉപേക്ഷിച്ച് ദേഹി അഭിമാനിയാകുന്നു. ആത്മാക്കളെ ബാബ പഠിപ്പിക്കുന്നു. ദുർഗതിയിൽ നിന്നും സദ്ഗതിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോൾ സത്യവ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നു. ഉള്ളിൽ എന്തെല്ലാം മുള്ളുകളാണോ ഉള്ളത് അതിനെ കണ്ടുപിടിച്ച് ഇല്ലാതാക്കുന്നു. രാമപുരിയിലേക്ക് പോകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. അവിനാശിയായ ജ്ഞാനരത്നങ്ങളുടെ കച്ചവടം ചെയ്ത് ആരുടെയെങ്കിലും നന്മക്ക് സമയം ചിലവഴിക്കുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. തമോ ഗുണി അന്തരീക്ഷത്തിൽ തൻ്റെ സ്ഥിതി ഏകരസവും അചഞ്ചലവും ഇളകാത്തതുമാക്കി വെക്കുന്ന മാസ്റ്റർ സർവശക്തിവാനാകുന്നു. പ്രകൃതിയിലൂടെയാകട്ടെ ലൗകിക സമ്പത്തിലൂടെയുമാകട്ടെ ദൈവിക പരിവാരത്തിലൂടെയുമാകട്ടെ ഏതൊരു പരീക്ഷ വന്നാലും സദാ ഏകരസവും അചഞ്ചലവും ഇളകാത്തതുമായിരിക്കുന്നു. സദാ ദാതാവായ ബാബയെ തൻ്റെ സത്യമായ കൂട്ടുകാരനാക്കിക്കൊള്ളൂ. അപ്പോൾ വരദാനങ്ങളുടെ സഞ്ചി നിറഞ്ഞിരിക്കും. ബാബ അവ്യക്ത സൂചന നൽകുന്നു. ഏകമതത്തിൻ്റെ വിശേഷതയിൽ തൻ്റെ മൂലസംസ്കാരത്തെ അകറ്റി ബാപ്പുദാദയുടെ സംസ്കാരങ്ങളെ പകർത്തി
സമാനവും സമ്പൂർണവുമാക്കുന്നു. അപ്പോൾ പ്രത്യക്ഷതയുണ്ടാകും. ഓം ശാന്തി.